ഞാൻ വേറെ സാർ അത് നിർത്തരുത്. ഞങ്ങളെപ്പോലെ ഈ പറഞ്ഞ വാക്കുകളാണ്, ഞങ്ങളെപ്പോലെയുള്ളവന്മാർ വെള്ളമടിക്കാതെ ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് അന്ന് ഞങ്ങൾക്ക് കിട്ടിയ ക്ലാസ്സുകളിൽ സാർ ഒരിക്കലും അത് നിർത്തരുത്. നിർത്തിക്കഴിഞ്ഞാൽ ഇനിയും വരുന്ന തലമുറ എഴുതിട്ട് പോകും. അത് പറയാനുള്ള ഒരു മനസാന്നിധ്യം ആ പയ്യനുണ്ടായി എങ്കിൽ ജീവിതത്തിൽ ഒരു വലിയ ഞങ്ങൾക്കൊക്കെ അതൊക്കെയുള്ള പ്രതീക്ഷ. ഞങ്ങൾക്ക് പിന്നെ ഈ ഫയാസിന്റെ സ്വർണവും വേണ്ട, ചാക്കി രാധാകൃഷ്ണന്റെ ചാക്കിലെ പൈസയും വേണ്ട. ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ആ സംതൃപ്തി. നിങ്ങൾ നല്ല കുട്ടികളായി ഈ സമൂഹത്തിന്, അച്ഛനും സമൂഹത്തിനും കുടുംബത്തിനും അയൽക്കാർക്കും ഒക്കെ നല്ല മക്കളെന്ന് പറയുന്ന കുട്ടികളായി വളരണം. മനസ്സിലായോ? അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ആ തലത്തിൽ വളരണം. അതോ ഇവിടെ നമ്മൾ വന്ന വിഷയം കായലിന്റെ വിഷയം. അപ്പൊ ഈ കായൽ എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതം. ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോ ഇടവളാകത്ത് നിന്ന് ഒഴുകുന്ന ഒരു കൈത്തോടുണ്ടെങ്കിൽ, ഇപ്പൊ കൈത്തോടൊന്നുമില്ല, ഇപ്പൊ കയ്യും ഇല്ല തോടും ഇല്ല, എല്ലാം പോയി. കൈത്തോടുണ്ടെങ്കിൽ ആ കൈത്തോട് വേറൊരു വലിയ തോട്ടിൽ വന്ന് ആ തോട്ടിൽ നിന്ന് നേരെ ഈ കായലിൽ വന്ന് ഈ കായലിൽ നിന്ന് വെള്ളം തോൽ അങ്ങ് അറ്റത്താണ് പൊഴിക്കര. പൊഴി ഇതുവഴി നേരെ എവിടെ പോകും? കുഴിയിൽ പോകും. മിനിഞ്ഞാന്ന് ഞാനും എൻ്റെ ഭാര്യയും കൂടെ തിരുവനന്തപുരത്തോട്ട് പോകുമ്പോൾ ഇവിടെ നമ്മളെ പിന്നെ വെള്ളൈക്കുളം എന്ന് പറയും, കഴക്കൂട്ടം FCI ഗോഡൗണിൻ്റെ അടുത്ത് ഒരു സ്ത്രീ മീനും വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ മീന് കണ്ടിരുന്ന, അപ്പം ഞാൻ മീൻ കൂട്ടുന്ന ആളല്ല, എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മീനുകളറിയാമല്ലോ. ഞാൻ കണ്ടപ്പോൾ നല്ല പരിച്ചിലെന്ന് പറയുമ്പോഴത്തേക്കും ഈ മാലാവിൻ്റെ അത്രത്തോളം വലുതായ മീൻ കിട്ടും. ഞാൻ വണ്ടി നിർത്തി ഇത് കായൽ മീനാണോ എന്ന് ചോദിച്ചു. ആ പറഞ്ഞ് കായൽ മീനല്ല, ഇത് കടൽ മീനാണ്. ഞാൻ എങ്ങനെ ഈ മാലാവ് വന്നെന്ന് ചോദിച്ചു. അത് ഈ മാലാവ് വന്നത് പൊഴി കൂടെ നേരെ കായലിൽ വരുന്നതാണ്, അല്ലാതെ കാരണം മാലാവ് കടലിലില്ല. ആ മാലാവ് നമ്മളെ വാങ്ങിച്ചു. കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ കായലിൽ മാലാവില്ല, ഇത്രയും വലിയ മീൻ കിട്ടുന്നില്ല, കടലിൽ കിട്ടുന്നു. അപ്പൊ ഈ മീൻ എവിടെ നിന്ന് എവിടെ പോയി? കായലിൽ നിന്ന് സ്വതന്ത്രമായി അത് ജീവിക്കുന്നു, ഇല്ലേ? വളരെ സ്വതന്ത്രമായി ജീവിക്കുന്നു. അപ്പൊ ജീവിതം എന്ന് പറയുന്നത് സ്വതന്ത്രമാണ്, ഇല്ലേ? നമ്മൾ ഒരിക്കലും ഇപ്പൊ പഠിക്കുന്ന കാര്യത്തിൽ, നിങ്ങളടുത്ത് ഞാൻ പറയാം, പഠിക്കുന്ന കാര്യത്തിൽ ടെൻഷൻ പാടില്ല. പഠിക്കുന്ന കാര്യത്തിൽ എപ്പോഴും എന്തായിരിക്കണം? സന്തോഷമായിരിക്കണം. കാര്യം എന്താണ്? പഠനം എന്ന് പറയുന്നത് എന്താണ്? പഠനം എന്ന് പറയുന്നത് എന്താണ് പഠനം എന്ന് പറയുന്നത്? പഠനം എന്ന് പറയുമ്പോൾ എന്താണ്? അധ്യാപകൻ കമ്പ് വെച്ച് എഴുതിയിടുന്നത്, പഠിപ്പിക്കുന്നത്, അതല്ല പഠനം. പഠനം എന്ന് പറയുന്നത് നമ്മൾ ജനിച്ച് വീഴുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ? ഇല്ല. നമ്മൾ ഓരോന്ന് അറിഞ്ഞല്ലേ വരുന്നത്, ഇല്ലേ? 1-ാം ക്ലാസ്സിൽ കിട്ടിയ അറിവാണോ 2-ാം ക്ലാസ്സിൽ കിട്ടുന്നത്? 2-ാം ക്ലാസ്സിൽ കിട്ടുന്ന അറിവാണോ 3-ാം ക്ലാസ്സിൽ കിട്ടുന്നത്? ഇല്ല. എല്ലാം നമ്മൾ ഓരോ ദിവസം ഈ പഠനം എന്ന് പറയുന്നത് അറിവ് നേടുക എന്നുള്ളതാണ്. അറിവ് എങ്ങനെ നേടും? പഠനത്തിലൂടെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വളരെ ഫ്രീ ആയിട്ട്, അതായത് യാതൊരു വിധമായ ടെൻഷനും ഇല്ലാതെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കണം. ഇത് അധ്യാപകർ എന്ത് പറയും? നാളെ നിങ്ങൾ കാണാതെ പഠിച്ചുകൊണ്ട് വരണം. ഈ കാണാതെ പഠിച്ചുകൊണ്ട് വരണം എന്ന് പറയുന്നത് എന്തിനാണ്? നിങ്ങളുടെ മനസ്സിൽ പതിയാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ അധ്യാപകന് വേറെ വല്ല നേട്ടത്തിനാണോ? നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സ്വാഭാവികമായും അലസതയുള്ള കുട്ടി അധ്യാപകനോട് വെറുപ്പ് കാണിക്കും. ഈ ടീച്ചർ വന്നാൽ വലിയ ശല്യമാണ്, ചുമ്മാ എടുത്തിട്ട് എഴുതിക്കും, കാണാതെ പറക്കും, എന്നൊക്കെ പറയും, ഇല്ലേ? അതല്ല, നിങ്ങൾ ആ തലത്തിൽ കാണരുത്. ഒരടി ഒരു ടീച്ചർ തന്നാൽ എന്ത് ചെയ്യും? ടീച്ചറിന്റെ ദേഷ്യം വരും. അടി തന്നാൽ നല്ല അടി തന്നു ടീച്ചർ എന്ത് ചെയ്യും? കള്ളം പറയരുത്. ഞാൻ ഉള്ള സത്യം പറയാം. കരയും. കരഞ്ഞിട്ട് മനസ്സുണ്ടായിരിക്കും, ഈ ടീച്ചർ വല്ലാത്ത ടീച്ചറല്ലേ, എന്ന് വന്നാൽ ടീച്ചർ എടുത്തിട്ട് അടി അല്ലേ? തോന്നൂലേ? തോന്നും. കണ്ട സത്യം എന്നൊരു ചിന്ത വളർത്തിയെടുക്കണം. ടീച്ചർ എനിക്ക് തന്ന അടി ഞങ്ങൾ നന്നാവാൻ വേണ്ടി തന്നതാണ് എന്നുള്ള ഒരു ബോധം വേണം. അങ്ങനെ ബോധം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കൂടുതൽ പഠിക്കും. കൂടുതൽ പഠിക്കും, അല്ലേ? കൂടുതൽ പഠിക്കുമെന്ന് മാത്രമല്ല, നമ്മൾ ടീച്ചറിന്റെ നിമിത്തം അടി വാങ്ങിക്കാൻ തയ്യാറാവോ? അപ്പൊ ഈ അടി എന്ന് പറയുന്നത് നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമൊന്നുമില്ല. പക്ഷെ അത് ആ രീതിയിലൊക്കെ ഇപ്പം വ്യാഖ്യാനിച്ചാൽ ഇത് ചെയ്ത് കളഞ്ഞു. പണ്ടിപ്പം ഞാൻ പറയാം, ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ചൂരിൽ നല്ല ഭംഗിയായി അടിയിട്ട് വരുന്നത്, ചന്തിയിലാണ് അടി കിട്ടുന്നത്. നല്ല ഭംഗിയായിട്ട് അടിയായിട്ട് വരുന്നത്. ആശിൻ സാറൊക്കെ തന്നെ അടിയെന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിയായിരുന്നു, നമുക്ക് പരാതിയില്ല. പക്ഷെ ഇന്ന് കമ്പെടുത്തുകൂടാ. ഞാൻ ഈ അടിക്കുന്നതിനെ ന്യായീകരിക്കുകയല്ല. പക്ഷെ അടി എന്ന് പറയുന്നത് കുട്ടിക്ക് പ്രായോഗികമായി അവന്റെ തെറ്റിൽ നിന്ന് തടയാനുള്ള ഒരു ഉപാധി എന്ന് മാത്രമേ അതിനെ കാണാവൂ.
പക്ഷെ ഇന്ന് മാറിപ്പോയി, ഒരുപാട് മാറിപ്പോയി. അതിനിപ്പം നമ്മൾ എത്ര ന്യായീകരിച്ചാലും ഈ